നമസ്കാരം. ഉത്തരത്തിലേക്ക് സ്വാഗതം. വടകരയിലെ ഒറ്റ ദിനത്തിൽ എല്ലാം മാറി മറിയുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ തൃശ്ശൂരിലും കാര്യങ്ങൾ മാറി മറിഞ്ഞു. 3.5 ലക്ഷം പോസ്റ്റർ അടിച്ചു വെച്ച TN പ്രതാപന് ഇനി അതെന്ത് ചെയ്യും? ഇപ്പോൾ K മുരളീധരന് ചുവരെഴുത്ത് നടത്തുകയാണ് TN പ്രതാപൻ. എ ക്ലാസ് മണ്ഡലത്തിലെ എ ക്ലാസ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനായിട്ടാണ് വടകരയിൽ നിന്നും മുരളീധരനെ തൃശ്ശൂരിലേക്ക് ശക്തൻ്റെ തട്ടകത്തിലേക്ക് കൊണ്ടിറക്കിയിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് വണ്ടി കയറ്റി വടകരയിലെത്തിച്ച് വടകര പിടിച്ചു കൊടുത്തു. ഇപ്പോഴിതാ തൃശ്ശൂർ പിടിച്ചെടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നു. BJPക്ക് കയ്യിലുണ്ടായിരുന്ന നേമം മണ്ഡലം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് വടകരയിൽ നിന്ന് നേമത്തോട്ടും ഇറക്കിയത് മുരളീധരനെയാണ്. അത് BJPയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതിൽ മന്ത്രി ശിവൻകുട്ടിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ CPMന് കൊടുക്കാൻ കഴിയില്ല. കൊടുക്കേണ്ടത് മുരളീധരന് തന്നെയാണ്. അപ്പോൾ തെക്കോട്ടും വടക്കോട്ടും ഇട്ട് പായിക്കുകയാണ് K മുരളീധരനെ. ഒറ്റ ദിനത്തിൽ എല്ലാം മാറി മറിഞ്ഞത് എന്തിനു വേണ്ടിയാണ്? ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന വടകര TP ചന്ദ്രശേഖരൻ CPM വിട്ടതോടെയാണ് UDFന് അനുകൂലമായി മാറുന്നത്. 2009 മുല്ലപ്പള്ളി രാമചന്ദ്രനിലൂടെ വടകര UDF പിടിച്ചു. 2014 മുല്ലപ്പള്ളി തന്നെയായിരുന്നു MP. 2019 എന്ന് പറയുന്നത് നിർണായക പോരാട്ടമായിരുന്നു. അത് കോൺഗ്രസിന് ഒരു തരംഗമുണ്ടായി. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചപ്പോൾ ആ ഒരു തരംഗം 19 സീറ്റും കോൺഗ്രസ് നേടുകയുണ്ടായി. അങ്ങനെ 19 ആ പോരാട്ടത്തിൽ മുരളീധരൻ വടകരയിൽ നിന്ന് ജയിക്കുന്നു. P ജയരാജനുമായിട്ട് തീ പാറുന്ന മത്സരമായിരുന്നു നടന്നതെങ്കിലും മുരളി ജയിച്ചു. CPMൽ അണികളുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്ന P ജയരാജനെയാണ് മുരളീധരൻ മലർത്തി അടിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും മുരളി തന്നെ എന്ന് UDF പ്രവർത്തകരും ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്ന അവസരത്തിലായിരുന്നു ഈ ഒരു വലിയ മാറ്റമുണ്ടാക്കിയത്. മുരളിക്കെതിരെ ശക്തനായ നേതാവിനെ തന്നെയും നിർത്തണമെന്ന് വടകര പിടിക്കേണ്ടത് അഭിമാന പ്രശ്നമായിട്ടും CPM കണ്ടു. അതുകൊണ്ടാണ് KK ശൈലജയെ വടകരയിലേക്ക് എത്തിച്ചത്. ആ ജനകീയ നേതാവിനെ തന്നെ CPM രംഗത്തിറക്കിയതും. വളരെ നേരത്തെ തന്നെ ശൈലജ പ്രചരണം തുടങ്ങുകയും ചെയ്തു. അതേസമയം UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടത് പ്രവർത്തകരെ ആശങ്കയിലാക്കിയിരുന്നെങ്കിലും K മുരളീധരന് വേണ്ടി പ്രചാരണം തുടങ്ങിയിരുന്നു. ശക്തമായ ശൈലജയെ തോൽപ്പിക്കണമെങ്കിൽ അതിശക്തമായി പണിയെടുത്തേ മതിയാകൂ എന്ന തിരിച്ചറിവിലാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ UDF പ്രവർത്തകർ കളം നിറഞ്ഞത്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ BJPയിലേക്ക് ചേക്കേറിയതാണ് അവസാന നിമിഷം കോൺഗ്രസ് തീരുമാനം മാറ്റാൻ കാരണമായതെന്നാണ് വിവരം. തൃശ്ശൂരിൽ പത്മജയെ മുന്നിൽ നിർത്തി ഏത് വിധേനയും സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് അക്കൗണ്ട് തുറക്കാനാണ് BJP ശ്രമിക്കുന്നത്. പത്മജ വേണുഗോപാലിന് തൃശ്ശൂരിൽ ഒരു അല്പസ്വല്പമൊക്കെ സ്വാധീനമുള്ള ഇടമാണ്. 2 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും പരാജയപ്പെടുത്തിയത് മറ്റാരുമല്ല, എതിർ പാർട്ടിക്കാരല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. TN പ്രതാപൻ തൃശ്ശൂരിലെ ശക്തനായ നേതാവും ജനകീയനുമാണ്. എന്നാൽ പെട്ടെന്നുണ്ടായ രാഷ്ട്രീയ മാറ്റത്തിൽ പ്രതാപൻ തന്നെ തൃശ്ശൂരിൽ നിന്നാൽ മതിയോ എന്ന ചോദ്യം ഉയർന്നു. ഒടുവിൽ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കാമെന്ന തീരുമാനത്തിലെത്തിയ കോൺഗ്രസ് മുരളീധരനെ തൃശ്ശൂരിലേക്ക് അയക്കുകയാണ്. പാർട്ടി തീരുമാനം അംഗീകരിക്കുന്നു എന്നാണ് മുരളീധരൻ പറയുന്നത്. ഷാഫിയുടെ വരവിൽ നേട്ടം ആർക്കായിരിക്കും? ചിത്രത്തിലില്ലാതിരുന്ന ഷാഫി പറമ്പിൽ MLA വടകരയിലേക്ക് വരുന്നതിൽ UDF പ്രവർത്തകരിൽ ആശങ്കയുണ്ട്. K മുരളീധരനായി നിശബ്ദ പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ഷാഫിയുടെ വരവ് അത്ര പിടിച്ചില്ല. ഈ മുസ്ലിം ലീഗ് 3ാമതൊരു സീറ്റ് ചോദിച്ചുകൊണ്ട് നടന്നതാണ്. അവർക്ക് വടകരയും താല്പര്യമുണ്ട്, കണ്ണൂരും താല്പര്യമുണ്ട്, വയനാടും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കാൻ വന്നതുകൊണ്ട് അതങ്ങ് മാറ്റി നിർത്തി.
ഈ വടകര കിട്ടിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയതാണ് കെ മുരളീധരൻ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ പോകാനായിട്ടുള്ള ഒരു കണക്ക് കൂട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും കെ ശൈലജയെപ്പോലെ കരുത്തയായ വടകരയിലെ കുഞ്ഞു കുട്ടികൾക്ക് പോലും സുപരിചിതയായ നേതാവിനോട് പാലക്കാട്ട് നിന്ന് വരുന്ന ഷാഫി പറമ്പലിന് പൊരുതി നിൽക്കാൻ സാധിക്കുമോ എന്ന് പല പ്രവർത്തകരും ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു സെക്യുലർ ഇമേജ് ഉണ്ട് ഷാഫി പറമ്പലിനുണ്ട്. അതുപോലെ തന്നെ ഒരു യുവത്വത്തിൽ നിന്നാണ് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത്. അതും നല്ല ഒരു നേട്ടം തന്നെയാണ്. വടകരയിൽ മത്സരിക്കുന്നതിൽ ആദ്യം ഷാഫി പറമ്പിൽ വിയോജിപ്പ് പറഞ്ഞതാണ്. സിദ്ദിഖ് MLA പേരും ഇതിനിടയ്ക്ക് ഉയർന്നു കേട്ടു. കഴിഞ്ഞ തവണ വയനാട് മണ്ഡലത്തിൽ മത്സരിക്കാനായിട്ട് സിദ്ദിഖ് ഈ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള പ്രചാരണവും പോസ്റ്ററടിയും പൂർത്തിയാക്കിയപ്പോഴാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഒരു രക്ഷയുമില്ലെന്ന് മനസ്സിലാക്കി വയനാട്ടിൽ അഭയം തേടി കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത്. അങ്ങനെ 19 സീറ്റുമായിട്ട് 2019 കേന്ദ്രത്തിലെത്തി. പക്ഷേ പ്രതിപക്ഷത്തിരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത തരത്തിലുള്ള സീറ്റുമായിട്ടാണല്ലോ കോൺഗ്രസ് കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം മുമ്പോട്ട് കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കളം നിറഞ്ഞു നിൽക്കുന്ന സിദ്ദിഖ് ലോക്സഭാ മത്സരത്തിന് ഇക്കുറി തയ്യാറായില്ല എന്നുള്ളത് കൊണ്ടും ഷാഫി പറമ്പലിനെ അങ്ങോട്ടേക്ക് നിയോഗിക്കുകയാണ് ചെയ്തത്. TP ചന്ദ്രശേഖരൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് UDF. കാരണം TP ചന്ദ്രശേഖരൻ കേസ് വീണ്ടും അതിൻ്റെ മറ്റ് വിധി വരികയും ചെയ്തതുകൊണ്ട് ഇത് UDFന് കൂടുതൽ അനുകൂലമായി മാറും എന്നും കണക്ക് കൂട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ നിൽക്കുന്നത് കൊണ്ട് അതും വടകരയിൽ പ്രതിഫലിക്കും എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തന്നെ കെ ശൈലജ അതിജീവിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്.